പകുതിവില തട്ടിപ്പിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന് തട്ടിപ്പിന് ഇരയായവർ പരാതിയുമായി ചെല്ലുമ്പോൾ പോലീസ് പരിഹസിക്കുകയാണെന്നാണ് ആക്ഷേപം. ഇതോടെ സംയുക്തമായി കോടതിയെ സമീപിക്കാനാണ് നീക്കമെന്ന് ഇവർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നിയമസഹായം ഉൾപ്പെടെ നൽകുന്നതിനായി വിവരാവകാശ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും കോഴിക്കോട് കൂടിക്കാഴ്ച നടത്തി. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്. ദിനംപ്രതി നിരവധി ആളുകളാണ് തട്ടിപ്പിന് ഇരയായെന്ന് തിരിച്ചറിഞ്ഞ് രംഗത്തെത്തുന്നത്. സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവ നൽകാമെന്ന വാഗ്ദാനം വിശ്വസിച്ചാണ് പലരും തട്ടിപ്പിന് ഇരകളായത്. പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോലും പോകാൻ കഴിയില്ലെന്നും ഇരകളായവർ പറയുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ 250 പേര് പൈസ കൊടുത്തിട്ടുണ്ട്. 60,000 അല്ലെങ്കിൽ 56,000 വെച്ചിട്ട് അത്രയും പേര് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയണ കുറേ പേർക്കൊക്കെ മുന്നോട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ചിലർ ഗോൾഡ് പണയം വെച്ചിട്ടും അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് കൊടുത്തവരുണ്ട്, അല്ലെ ലോൺ എടുത്ത് കൊടുത്തവരുണ്ട്. കാരണം പകുതി പൈസയ്ക്ക് വണ്ടി കിട്ടാണല്ലോ എന്നല്ല, കാരണം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞതാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ആ ഒരു വിശ്വാസത്തിന്റെ മുകളിലാണ് ആൾക്കാർ ഇതിൽ വന്ന് പെട്ടത്. ഈ പശ്ചാത്തലത്തിൽ കോഴിക്കോട്, പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ തട്ടിപ്പിന് ഇരയായവർ ഒന്നിച്ച് നിയമ നടപടിക്കൊരുങ്ങുന്നു. സ്വരാജ് വാഴക്കാട്, ഹവീൽദാർ MA മെമ്മോറിയൽ ലൈബ്രറി വാഴക്കാട്, സമഗ്ര ബാലുശ്ശേരി എന്നീ സംഘടനകൾ വഴി പണം നൽകിയവരാണിവർ. കഴിഞ്ഞ മാർച്ചിൽ കൊടുത്ത 1 വർഷമാവാറായി. ഇതുവരെ ഇപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന സമഗ്ര എന്നാണ് സുനിൽകുമാർ എന്ന് പറഞ്ഞ ഒരാളെ ഇതിലായിരുന്നു കൊടുത്തത്. ഇപ്പോൾ ഈ സുനിൽകുമാർ പറയുന്നത് അയാളെന്താ ചെയ്യാന്ന് ഒഴിവാക്കിയെന്നോ എന്ന് പറഞ്ഞാൽ അയാൾ ഒന്നും അറിയുന്നില്ല എന്നുള്ള മട്ടത്തിൽ ഇന്നലെ പോലും വിളിച്ചിട്ട് പറഞ്ഞ ആ പൈസ പോയത്. കേസന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ സഹകരണം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സാമൂഹ്യ പ്രവർത്തകർ ഇവർക്ക് സഹായവുമായി എത്തിയത്. സെക്ഷൻ 305, 306 പ്രകാരം ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതാത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് പരാതി ഉണ്ടെങ്കിൽ പരാതി രജിസ്റ്റർ ചെയ്യണം, അന്വേഷിക്കണം, പ്രതികളെ കണ്ടെത്തണം, ചാർജ് ഫയൽ ചെയ്യണം. ഇത് നിർബന്ധമാണ്. അപ്പോൾ അത് അറിയാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരെ നിയമം പഠിപ്പിക്കാനും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഞങ്ങൾ കോടതിയെ സമീപിക്കും, സിവിൽ കോടതിയെ സമീപിക്കും. പറ്റിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗം സാധാരണ സ്ത്രീകളാണ്. ഇവരിൽ നിന്നും 56,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ് വിവിധ സംഘടനകൾ വാങ്ങിയത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.